അത്യുന്നതനും കാരുണ്യവാനുമായ ദൈവത്തിന് സ്തുതി. അഗാപ്പ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യൻ പദ്ധതികൾ ഭാവന ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ അത്രേ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പ്രവൃത്തികളെ അവനെ ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. നന്മയും തിന്മയും എടുക്കാം. കാരണം അവന്റെ സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിരിക്കുന്നു. അവന്റെ വ്യക്തിത്വത്തെയും അനന്യതയെയും ദൈവം മാനിക്കുന്നു. അതുകൊണ്ടാണ് നിയമാവസ്ഥ പുസ്തകം 30-ാം അധ്യായം 15-ാം തിരുവചനത്തിലും പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 17-ാം തിരുവചനത്തിലും നന്മയും തിന്മയും മനുഷ്യന്റെ മുമ്പിലുണ്ട്, ജീവനും മരണവും മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി തിന്മയിൽ തന്നെ, ശത്രുതയിൽ തന്നെ ജീവിച്ചതിൻ്റെ ഒരു ചരിത്രമാണ് ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഇന്ന് നമ്മളെ ഓർമ്മിച്ചെടുക്കുന്നത്. വലിയ വിസ്തൃതമായ ഒരു രാജ്യത്തിലെ മഹാരാജാവ് അഹസ്വേരോസ് രാജാവെ തൻ്റെ രാജ്യത്തെ പ്രഭുക്കന്മാരെ വിളിച്ച ഒരു വലിയ വിരുന്ന് നടത്തുകയാണ്. വിരുന്നിന്റെ സമയത്ത് രാജാവ് പരിചാരകരോട് പറഞ്ഞു, രാജ്ഞിയെ വിളിച്ചുകൊണ്ട് വരിക, ആടെ ആഭരണങ്ങൾ അണിഞ്ഞ് രാജ്ഞി ഇവിടെ വരട്ടെ. പക്ഷേ രാജ്ഞി നിരസിക്കുകയും രാജസഭയിൽ വരാതിരിക്കുകയും ചെയ്തു. അപ്പോൾ നീതിമാനായ രാജാവെ കോപത്താൽ ജ്വലിച്ചെങ്കിലും പ്രമുഖന്മാരോടും അവിടെയുള്ള അതിനോട് ചോദിച്ചു, രാജ്ഞി വരാത്തത് കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ അവർ പറഞ്ഞു, ഈ വിവരം നമ്മുടെ സാധാരണ ജനങ്ങൾ അറിയും. അപ്പോൾ രാജാവിനെ അനുസരിച്ചില്ല എന്നുള്ള വാർത്ത അറിയുമ്പോൾ എല്ലാ സ്ത്രീകളും അവരുടെ പുരുഷന്മാരെ ബഹുമാനിക്കുകയില്ല. അതുകൊണ്ട് സുന്ദരിയായ ഒരു യുവകന്യകയെ രാജാവ് വിവാഹം കഴിച്ച് രാജ്ഞിയാക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് രാജ്യത്ത് വിളംബരം ചെയ്യുകയും രാജ്യത്തുള്ള എല്ലാ സുന്ദരികളായ യുവ കന്യകമാർ രാജകൊട്ടാരത്തിലെത്തുകയും ചെയ്തു. അതിലൊരാളെ രാജാവ് തിരഞ്ഞെടുത്തു. അവളുടെ പേര് ഹദാസെ എന്നായിരുന്നു. അവളൊരു യഹൂദ പെൺകുട്ടിയായിരുന്നു. ബാബിലോൺ അടിമത്തത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ഈ രാജ്യത്തെ അടിമയായിട്ട് ജീവിക്കുന്ന ഒരു കന്യകയാണ്. അവളുടെ അപ്പനും അമ്മയും മരിച്ചു പോവുകയും അവളുടെ പിതാവിൻ്റെ സഹോദരനായ മെർദോക്കോയ് എന്ന മനുഷ്യനാണ് അവളെ മകളായിട്ട് വളർത്തുന്നത്. അപ്പൊ അവളെ എസ്തർ രാജ്യ പേരിട്ടുകൊണ്ട് അവൾ രാജകൊട്ടാരത്തിലേക്ക് രാജാവിന്റെ പ്രിയ പത്നിയായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ള വലിയ പ്രഭുവാണ് ഹാമാൻ. ഹാമാൻ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ പടിവാതിക്കലിരിക്കുന്ന മൊർദോക്കോയെ കണ്ടെങ്കിലും മൊർദോക്കോയെ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയോ ഹാമാനെ ആദരിക്കുകയോ ചെയ്യുന്നില്ല. മറ്റുള്ളവരെല്ലാം മുട്ടുമടക്കി ഹാമാനെ ആദരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള അന്വേഷിച്ച് നീ എന്തുകൊണ്ടാണ് ഹാമാന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത്? മൊർദോക്കോയ് പറഞ്ഞു, ഞാൻ ആരുടെയും മുമ്പിൽ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ല, ദൈവത്തിന് മുമ്പിൽ മാത്രമേ മുട്ടുമടക്കുള്ളൂ, ഞാനൊരു യഹൂദനാണെന്ന് പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ ഹാമാൻ കോപം കൊണ്ടിരിക്കുകയും വീട്ടിൽ ചെന്ന് ഭാര്യയോടും കൂട്ടുകാരോടും പറയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം, അവനെ തൂക്കിലേറ്റണം. അതിനൊരു വലിയൊരു കോലമരം, തൂക്കുമരം അവരുടെ വീട്ടിൽ തന്നെ വീടിന്റെ സമീപത്ത് സ്ഥാപിക്കുകയും ചെയ്തു. അതിനൊരു സമയം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഹാമാൻ രാജാവിനോട് ചെന്ന് പറഞ്ഞു, ഇവിടെ ഒരു ജനതയുണ്ട്, അവര് രാജാവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല, ധിക്കാരികളായ ആളുകളാണ്, നമുക്ക് അവരെ ചെയ്യണം. അപ്പോൾ വളരെ വിശ്വസ്തനായ ഹാമാനോട് രാജാവ് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു, ഇതാ എൻ്റെ മോതിരം ഊരി തന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ മുദ്ര വെച്ച്
രാജവിളംബരം ചെയ്ത് അവർ എന്ത് വേണം ചെയ്യാം. അത്ര വിശ്വസ്തനായിട്ടാണ് ഹാമാൻ നിൽക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു രാജ വിളംബരം അവിടുന്ന് പുറപ്പെടുവിക്കുകയാണ്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള സകല പ്രമുഖന്മാർക്കും ഭരണാധികാരികൾക്കും കത്തയക്കുകയാണ്. ആധാർ മാസം 13-ാം തീയതി എല്ലാ യഹൂദരെയും നശിപ്പിക്കണം, അവരറിയുകയും ചെയ്യരുത്. അങ്ങനെ ഒരു 10 ഒറ്റ ദിവസം കൊണ്ട് അവരെ കൊല്ലുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ മൊർദെഖായിക്ക് വേണ്ടി ഒരു തൂക്കുമരം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇതറിഞ്ഞ യഹൂദരെല്ലാവരും 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. രഹസ്യമായിട്ട് വിവരങ്ങൾ കൈമാറി എല്ലാ യഹൂദരും കൊടുത്ത് ചാരം പൂശി അവരെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹാമാനും രാജാവ് രാജ്ഞി കയറി ചെല്ലുകയാണ്. അപ്പോൾ രാജാവ് കൽപ്പിക്കാതെ രാജ്ഞിക്ക് അവിടെ ചെല്ലാൻ പറ്റുകയില്ല. പക്ഷേ ഈ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞവിടെ ചെന്നപ്പോൾ എസ്തേറിന്റെ പുസ്തകം 15-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം രാജാവിനെ ശാന്തമാക്കി. രാജാവിനെ ശാന്തമാക്കിയതുകൊണ്ട് രാജാവ് ഉടനെ ആ കോപത്തിൽ നിന്നും മാറി എസ്തേർ രാജ്ഞിയെ വിളിച്ചു. നിനക്ക് എന്താണ് ആവശ്യം? രാജ്യത്തിന്റെ പകുതിയും ഞാൻ തരാം. അത്ര സ്നേഹത്തോടെ പെരുമാറുകയാണ്. അപ്പോൾ രാജ്ഞി പറഞ്ഞു, എനിക്ക് ഞാനൊരു വിരുന്ന് നടത്തുന്നുണ്ട്, അതിനകത്ത് ഹാമാനും രാജാവും വരണം. അപേക്ഷ സ്വീകരിച്ചു. അന്ന് വീട്ടിലേക്ക് പോയ ഹാമാന് വളരെ സന്തോഷമായി. വീട്ടിൽ ചെന്ന് പറഞ്ഞ് രാജാവിനെ ബഹുമാനിക്കുന്നു, ഇതാ ഒരു വലിയൊരു സദ്യ നടക്കുന്നു, വലിയൊരു ആദരം നടക്കുന്നു, അതിൽ ഞാനും രാജാവ് മാത്രമാണ്, രാജ്ഞിയാണ് ആദരിക്കുന്നത്. അത് വലിയ സന്തോഷമായി. പക്ഷെ ഓരോ വിഷമമുണ്ട്, ഈ ഹാമാനെ എങ്കിലും കൊന്നുകളയണം. ഏതായാലും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമ്പോൾ അന്ന് രാത്രിക്ക് രാജാവിനെ അസ്വസ്ഥതയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ദിനവൃത്താന്ത പുസ്തകം പറഞ്ഞു. അത് വായിച്ചപ്പോൾ അതിനകത്തെ ആ വിവരം എഴുതിയിട്ടുണ്ട്. കാവൽക്കാർ 2 പേര് രാജാവിനെ വധിക്കാൻ ഉദ്യമിക്കുന്ന കാര്യങ്ങൾ പറയുകയും അത് കേട്ട മൊർദെഖായി രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു. രാജാവ് അന്വേഷിച്ച് അവർ 2 പേരെയും കൊന്നുകളയുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യം കേട്ടപ്പോൾ മൊർദെഖായി നമ്മൾ ബഹുമാനിക്കണമല്ലോ രാജാവ് വിചാരിച്ചിരിക്കുമ്പോഴാണ് മൊർദെഖായെ കൊല്ലുന്നതിന് വേണ്ടി കൽപ്പന വാങ്ങിക്കാൻ വേണ്ടി ഹാമാൻ രാജാവിനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഹാമാനെ, ഒരു വ്യക്തിയെ രാജാവ് ബഹുമാനിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? ഹാമാൻ പറഞ്ഞു, രാജാവേ, ആ വ്യക്തിയെ രാജാവിൻ്റെ വസ്ത്രങ്ങൾ അണിയിച്ച്, വളരെ ആഭരണങ്ങളൊക്കെ അണിയിച്ച്, കിരീടം ധരിപ്പിച്ച് രാജാവിൻ്റെ കുതിരപ്പുറത്ത് ഒരു പ്രഭു കൊണ്ടു നടന്ന് പറയണം, ഇതാ നോക്കുക, രാജവീതികളിൽ പറയണം, ഇതാ രാജാവ് ബഹുമാനിക്കുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ ആദരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഹാമാൻ വിചാരിച്ചു, ഹാമാനെയാണ് ബഹുമാനിക്കുന്നത് വിചാരിച്ചത്. രാജാവ് എന്നാൽ ഉടനെ തന്നെ അങ്ങനെ തന്നെ ചെയ്യുക, നീ പറഞ്ഞ പോലെ നീയാണ് കൊണ്ടുപോകേണ്ടത്, വിളിച്ചു പറയേണ്ടത്, കുതിരപ്പുറത്തിരിക്കുന്നത് ഈ യഹൂദനായ മൊർദെഖായിയാണ്. അത് കേട്ട് ഹാമാൻ ഞെട്ടിയെങ്കിലും രാജകൽപ്പന സ്വീകരിച്ച് അങ്ങനെ തന്നെ ചെയ്യുകയാണ്. വളരെ വിഷമത്തോടു കൂടി ഹാമാൻ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പോൾ രാജാവിൻ്റെ 2 രാവിലെ വന്ന് പറഞ്ഞു, രാജ്ഞി വെച്ചിരിക്കുന്ന വിരുന്നാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാമാൻ വിരുന്നിലാണ്. അപ്പോൾ രാജാവ് വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വിഷമം, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ എസ്തേർ രാജ്ഞി പറഞ്ഞു, എൻ്റെ വംശത്തെ നശിപ്പിക്കാൻ ദുഷ്ടനായ മനുഷ്യരുടെ, അതാണ് എൻ്റെ വിഷമം, അതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ രാജ്ഞി കൈനീട്ടി പറഞ്ഞു, ഈ ഇരിക്കുന്ന ഹാമാനാണെന്ന് പറഞ്ഞു. ഉടനെ രാജാവ് കോപിച്ച് സൈന്യത്തെ വിളിച്ച് പെട്ടെന്ന് തന്നെ ഹാമാന്റെ മുഖം മൂടി ഒരു തൂക്കിലേറ്റാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു പരിഹാരം പറഞ്ഞു, ഹാമാന്റെ വീട്ടിലൊരു തൂക്കുമരമുണ്ട്, അവിടെ തന്നെ കൊണ്ട് തൂക്കാൻ പറഞ്ഞു. അങ്ങനെ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കി തൂക്കുമരത്തിൽ
മാനത്തെയും കുടുംബാംഗങ്ങളെയും വധിക്കുകയും ചെയ്യണം. ക്രൈസ്ത ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് പറയാൻ പ്രത്യേക ഒരു കാരണം, പല യൂട്യൂബ് ചാനലുകളിലും ചില വ്യക്തികൾ പറയുന്നുണ്ട് ഇന്ത്യയെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ബൈബിളിൽ പറയുന്നുണ്ടെന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്, ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പിന്നെ മക്കബാരുടെ പുസ്തകത്തിൽ പല പ്രാവശ്യം ഇന്ത്യയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വായിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യം ഞാനിങ്ങനെ നിങ്ങളോട് പറയുകയായിരുന്നു. ക്രൈസ്തവ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈബിൾ അധിഷ്ഠിതമായോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതായ കാര്യങ്ങളോ പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെ എൻ്റെ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ അവസരം കിട്ടും. മാത്രവുമല്ല, അഗാപ്പെ 99 എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ ഈ ചാനൽ എവിടെ ഇരിക്കുന്നവർക്കും ലഭിക്കുകയും ചെയ്യും. ക്രൈസ്ത ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.